ഒത്തിരി ആഗ്രഹിച്ച ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മൾ നോർമൽ A4 ഷീറ്റ് അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിലായിരുന്നു ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഡ്രോയിങ് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലായിട്ടൊരു ഡ്രോയിങ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ 12 ഷെയ്ഡ്സ് ഉള്ള ചെറിയ ഓയിൽ പേസ്റ്റൽസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇതേ നമ്മൾ 25 ഷെയ്ഡ്സ് ഉള്ള ആ വലിയ പെട്ടി ഇങ്ങോട്ട് വാങ്ങിയിട്ടോ. ഒത്തിരി വലുതൊന്നുമല്ല, എന്നാലും എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ ഒരു ഷീറ്റിൽ വരയ്ക്കുമ്പോൾ എന്താ പ്രത്യേകത, എന്താ കുറച്ചുകൂടി മെച്ചമായിട്ട് കിട്ടുകയെന്ന് അറിയാനായിട്ടുള്ള ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഇതാ വരയ്ക്കേണ്ടതെന്നൊന്നും യാതൊരു ബോധവും ഇല്ലാതെയാണ് ഞാൻ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തത്. പേജിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. പക്ഷേ അതെന്തിനാ ഒട്ടിച്ചതെന്ന് എനിക്കിപ്പോഴും ഒരു ബോധമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂ ഒക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറൊക്കെ വെച്ച് മേഘവും സൂര്യനും അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ ഞാനൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി താഴേക്ക് എന്താ ചെയ്യാമെന്നുള്ള ആലോചനയായിരുന്നു. പിന്നെ ഒരു ബീച്ചിൻ്റെ സെറ്റപ്പ് തോന്നുന്ന രീതിയിൽ എന്തൊക്കെയോ ഇങ്ങനെ അടിച്ചു കൊടുത്തു. ഇപ്പോഴും ഫൈനൽ ലുക്ക് എന്താവണം എന്നുള്ള കാര്യമൊന്നും മൈൻഡിലില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെയായിട്ടും ഒരു തൃപ്തി തോന്നാത്തതുകൊണ്ട് നമ്മുടെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മെനയായിട്ട് തോന്നിയിട്ടോ. പിന്നെ എനിക്ക് നമ്മുടെ A4 ഷീറ്റിൽ വരയ്ക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത്. ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ എനിക്കതായിരുന്നു കുറച്ചുകൂടി എളുപ്പം. പിന്നെ കീറി പോകുന്നുള്ളൊരു പേടി ഉണ്ടാവും, എന്നാലും നമ്മളത് സൂക്ഷിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നിയിട്ടോ. എന്തായാലും ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇതിപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വലിച്ചപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് കീറിപ്പോയി, കുഴപ്പമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.